അപ്പൊ നായകനും നായികയാണ്. അപ്പൊ ഇത് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? എങ്ങനെ 40-കാരനായി ഈ 40കളുടെ പ്രണയത്തിലെ നായകനായത് എങ്ങനെയാണ്? ഇത് സിനിമ ഇതാദ്യത്തേതാണ്. പക്ഷെ ഷോർട്ട് ഫിലിംസ്, നാടകങ്ങള് ഒരു സ്കൂൾ തലം മുതല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോ ഒരു പ്രവാസിയാണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, അവിടെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ അവിടെയായിരിക്കും. ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ ആ പ്രവാസ മേഖലയില് ഈ പറയുന്ന പോലെ നാടകങ്ങള്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങള് നാട്ടിലെ ഒരു ഗൃഹാതുരത്വം കൊണ്ടുവരത്തക്ക രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. UAE ലെവലിലൊക്കെ നാടകത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത നാടകങ്ങൾക്കൊക്കെ. പിന്നെ ഷോർട്ട് ഫിലിംസ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുമൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്കൂൾ തലം മുതലേ നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ അഭിനയത്തോട്. അപ്പൊ അങ്ങനെ തുടങ്ങിയാണ് വന്നത്. അങ്ങനെ വന്നാണ് ഈ സിനിമയിൽ എത്തപ്പെട്ടത്. 40-കളിലെത്തി പ്രണയിക്കാൻ കാര്യം എന്താണെന്നുള്ളത് ചോദിച്ചത്. ഇനി 40-കളിലെ പ്രണയം എന്ന് പറയുന്നത് അത് എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ വളരെ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഫാമിലി എടുത്താൽ തന്നെ കല്യാണം കഴിച്ചു ഒരു 26-25 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, അങ്ങനെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ കുട്ടികളുടെയൊക്കെ ആ ഒരു ടെൻഷനും ഒക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവ് എന്ന ഒരു അത്രത്തോളം ഒരു പ്രണയമൊന്നും ഉണ്ടാകാൻ കാര്യം ഈ ടെൻഷൻ കുട്ടികളുടെയൊക്കെ ആ വളർത്തുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇതിനകത്ത് തുടക്കത്തിൽ തിരുത്തിപ്പോണ്ട ഒരു സാധനമുണ്ട്. അതായത് ഈ 40-കളിലെ പ്രണയം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രണയമല്ല. അല്ല, ഈ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് പറയുന്നത്. കാര്യം അത് മാനസികാവസ്ഥയുടെ തീർച്ചയായിട്ടും മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതേ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 40 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒരു 10th ഒക്കെ കഴിഞ്ഞ് ആ ഒരു പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ പേരൻസിന് വലിയ ഒരു ഉത്തരവാദിത്വം, ഇച്ചിരി ഒന്ന് റിലീഫ് കിട്ടും. ആ സമയത്ത് അവരുടെ കാര്യം അവര് നോക്കിക്കോളും. അങ്ങനെ വരുമ്പോ അവർക്ക് കിട്ടും. അപ്പൊ അന്നേരം അവർക്ക് പ്രണയിക്കാനുള്ള ഒരു ഒരു നല്ല ഒരു അവസരമാണ്. ഇപ്പൊ അങ്ങനെയാണ് പ്രണയിക്കപ്പെടുന്നതിന് ഒരു ലൈസൻസ് ഉണ്ടോ ഒരു ഫാമിലി? പ്രണയത്തിന് ഒരിക്കലും ലൈസൻസ് ഇല്ല. പ്രണയം എപ്പോഴും ഏത് സമയത്തും ആകാം. പക്ഷെ പ്രണയിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സാഹചര്യമാണ് പ്രധാനം. നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല.